ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കത്തില്ല. ഈ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കത്തില്ല. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന അന്ധകാര ശക്തികളെല്ലാം ഓടിപ്പോകുന്നതിനാണ്. ചില തടസ്സങ്ങളെ അകറ്റാൻ പോവുകയാണ്, ചില തടസ്സങ്ങൾ നീക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ നന്മയെ തടഞ്ഞുകൊണ്ടിരുന്ന ശത്രു, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ തടഞ്ഞുകൊണ്ടിരുന്ന ശത്രു ഇന്ന് പലകാലം നിന്നെ തോന്നാൻ പോവുകയാണ്. ആ തടസ്സങ്ങളെ കർത്താവ് നീക്കാൻ പോവുകയാണ്.
സാത്താനും മുഴുവലത്തോടെ നമ്മളോട് എത്തിടുന്നിതാ. സംശയിക്കയോ ധരിക്കയോ വേണ്ട, തീരും സംശയിക്കയോ ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. ശക്തനായ ദൈവം യുദ്ധവീരനാ, ശക്തനായ ദൈവം, ഹല്ലേലൂയ. ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ ശക്തനായ ദൈവം യുദ്ധവീരനാ, മുൻപിലുള്ളതാ നാം എതിർത്തിടും. Hallelujah.
നോക്കുവാണ്. ആത്മീയ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും ആകുലങ്ങളിലും വ്യാകുലങ്ങളിലും നിരാശകളിലും അകപ്പെട്ട അവസ്ഥയിലാണ്. അനുഭവസ്ഥർ പോലും പലപ്പോഴും ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങളിൽ വ്യാകുലങ്ങളിലും ആകുലങ്ങളിലും കടന്നു പോകുന്നവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ മനസ്സ് ഭാരപ്പെട്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് മടുത്തു പോകുന്ന അനുഭവമാണ്. ഒരു രണ്ട് കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് തിരിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എങ്ങനെ മനുഷ്യന്റെ ആകുലതകളെ പരിഹരിക്കാം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഉത്കണ്ഠകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും പറയും ഭയങ്കര ടെൻഷനാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പറയുകയാണ് ടെൻഷൻ. എന്താണ് ഇതിന് മാത്രം ടെൻഷന് കാരണം? എന്താണ് ഇത്ര ആകുലതകൾക്ക് കാരണം? എന്താണ് മനുഷ്യത്വത്തോളം വ്യാകുലപ്പെടാൻ കാരണം? മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ. ദൈവമക്കൾ പോലും ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ ബുള്ളറ്റിന്റെ പ്രകാരം വായിച്ചു. ഏറ്റവും നമ്മളെല്ലാം സ്വപ്നം കാണുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയിലെ 60% ആളുകളും ഈ മെന്റൽ ഡിപ്രഷൻ കാരണം ഉറക്കമുറി കഴിക്കുന്നവരാണ്. സ്ലീപ്പിംഗ് പിൽസ്. കാരണം അവർക്ക് ഭയങ്കര പിരിമുറുക്കം. നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കയിലെ ഭയങ്കര സംഭവമാണ്. അവിടെ ഒന്നുമില്ല. അവിടെയുള്ള മനുഷ്യർ പോലും പ്രിയപ്പെട്ട ഉറക്കം നഷ്ടപ്പെട്ട മാനസികമായി പിരിമുറുക്കത്തിന്റെ പേരിൽ ഉറക്കമുറികൾ കഴിച്ച് ഉറങ്ങുന്നവരാണ്. മെഡിക്കൽ ബുള്ളറ്റിൽ ഞാൻ വായിച്ചതാണ്. അറിവില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യന് കേരളത്തിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ടെൻഷൻ അടിക്കുന്ന മനുഷ്യരാണ്. ദൈവമക്കൾ പോലും വലിയ വ്യാകുലങ്ങളിലും ആകുലങ്ങളിലും പെട്ടുപോവുകയാണ്. ചെറിയൊരു വിഷയത്തിൽ പോലും അല്ലാതെ പിരിമുറുക്കത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു. കർത്താവ് പഠിപ്പിച്ച അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളോട് വായിച്ചാൽ നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ ഇങ്ങനെ ആകുലപ്പെടരുത്, നാം ചിന്തിക്കേണ്ടതല്ല കർത്താവ്. നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഒന്നും ചിന്തിക്കാതെ പോകണമെന്നല്ല കർത്താവിന്റെ അർത്ഥം. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ചിന്ത ആകുലമായിട്ട് മാറരുത്. മനസ്സിലായത്? ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ആ ചിന്ത എങ്ങനെയായിരുന്നു വ്യാകുലമായിട്ട് ആകുലമായിട്ട് മാറുകയാണ്. ഈ ആകുലതകളാണ് വിഷയം. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും വ്യാകുലങ്ങൾ. എന്നാൽ നമ്മൾ ഈ വ്യാകുലങ്ങളെ, ഈ ചിന്താകുലങ്ങളെ എങ്ങനെ അകറ്റാമെന്നാണ് വിശുദ്ധ പത്രോസ് ഒരിക്കലും ഇതേ വാക്യം ഇതേ അനുഭവം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോ വിവിധ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി അവൻ നമുക്കായി കരുതുന്നതാകിയാൽ എന്ന് വിശുദ്ധ പത്രോസ് പറയുകയാണ്. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ. വിശുദ്ധ പത്രോസ് 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. ഒരു ഹല്ലേലൂയ പറയാമോ? എന്തിനാ ഹല്ലേലൂയ പറയാൻ പറഞ്ഞത്? എന്തിനാണ് പറയാൻ പറഞ്ഞതല്ലേ? അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ. അങ്ങനെ വായിച്ചത് നമ്മുടെ ദൈവം ആരാണ്? നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവരെ വിട്ടു. പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പലകാലം നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്താകുലങ്ങളോടെ നടക്കരുത്. നമ്മുടെ ദൈവം ആരാണ് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ടോ വ്യാകുലപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്ത പ്രകാരം അവന്റെ മേൽ നമ്മൾ ചിന്താകുലങ്ങളെ ഇട്ട് സമാധാനത്തോടെ പോകാൻ
കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ അതേ കാര്യം വീണ്ടും അവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:24 മുതൽ. ഈ 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പല പ്രാവശ്യം കർത്താവ് പറയുകയാണ്, നിങ്ങൾ വ്യാകുലപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്, ചിന്താകുലമുള്ളവരായി തീരരുത്. കാരണം ഇന്ന് മനുഷ്യൻ രോഗികളായി തീരുന്നതിന് ഏറ്റവും വലിയ കാരണങ്ങൾ ഈ മെന്റൽ ഡിപ്രഷനാണ്. വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചവർക്ക് അല്പം അറിയാൻ പറ്റും. ഇന്ന് ആധുനിക ലോകത്തിൽ അനുഭവിക്കുന്ന 90% രോഗങ്ങളുടെയും കാരണം ഈ ചിന്താകുലങ്ങളാണ്, ഈ മാനസികമായ പിരിമുറുക്കങ്ങളാണ്. ഞാൻ പറഞ്ഞതാണ്, TPMകാര് നമ്മൾ പഠിപ്പിക്കുന്നത് മരുന്നെടുക്കലെന്നാണ്. ഞാൻ ഇന്ന് അത് തിരുത്താൻ പോകും. നിങ്ങൾ മരുന്നെടുക്കണം. ഏത് മരുന്നാണ്? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഔഷധം ഏതാണ്? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. നമ്മൾ ആ മരുന്നിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നല്ല മരുന്നുണ്ട്. ഈ മരുന്ന് പലരും കഴിക്കുന്നില്ല. ഏത് മരുന്ന്? വായിക്കാമോ വാക്യം? സദൃശവാക്യങ്ങൾ 22:17 17-22. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, വ്യക്തി ജീവിതങ്ങളൊക്കെ പറ്റുന്നത് ഈ സന്തോഷമുള്ള ഹൃദയം ഇല്ലാതെ പോയിരുന്നത്. സന്തോഷമില്ലാത്ത ഹൃദയം. ആ വാക്യം അറിയത്തില്ലേ? വാക്യം അത് 17-22. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. വായിക്കുന്നത് സദൃശവാക്യങ്ങൾ 17-22. ഇതിന് ആ ദിവസത്തിൽ കടന്നു വരുമ്പോഴെല്ലാം വിശുദ്ധന്മാർ നിങ്ങൾ ആത്മാവിൽ നിറയുക, നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം അകറ്റ് ഹൃദയ സന്തോഷത്തെ വീണ്ടെടുക്കുന്നത് പറഞ്ഞു. കാരണം ഹൃദയ സന്തോഷം ഉണ്ടെങ്കിൽ ഒരു രോഗവും ഒരു 90% രോഗങ്ങളും നമ്മളെ വിട്ടുപിടിച്ചു പോകും. പിന്നെ 10% നമുക്ക് വരുന്ന വന്നോട്ടെ. എന്നാലും സമയത്തിന് വരെ നമ്മൾ ചാകേണ്ടി വരത്തില്ല, സമയത്തിന് വരെ മരിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ദൈവത്തെ സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ച് സന്തോഷപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ ഔഷധമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, ഒരു പാട്ട് പാടും, കുറച്ച് നേരം ആത്മാവിൽ ആരാധിക്കും, സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 7 മണിക്ക് അടുത്ത പ്രാർത്ഥന, വീണ്ടും 1.5 മണിക്കൂർ. ഒരു മിനിമം നമ്മുടെ മനോഹരൻ ഭാസ്കര കാലത്ത് വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ശുശ്രൂഷകരാകുമ്പോൾ 6 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. പെന്തക്കോസ്ത് ഒരു വിശ്വാസി 3 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. ഇത് നമ്മുടെ പ്രാരംഭകാല ഉപദേശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയാകുമ്പോ അവൻ 3 മണിക്കൂർ മിനിമം പ്രാർത്ഥിച്ചിരിക്കണം. സുവിശേഷക്കാര് 6 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ വിശ്വാസികളെ അംഗീകരിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന വലിയ അനുഭവങ്ങളുണ്ട്. ഒരു പ്രാർത്ഥനയിൽ വന്നിരുന്ന് നമ്മൾ പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം, ഊർജം, അത് വളരെ വലുതാണ്. അത് പലർക്കും ഇല്ലാതെ പോകും. വ്യക്തിപരമായ പ്രാർത്ഥന കുറയുന്നു, കുടുംബ പ്രാർത്ഥന കുറയുന്നു. കുടുംബ പ്രാർത്ഥനകളിൽ പോലും ആത്മാവിലുള്ള ആരാധനയൊന്നുമില്ല. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ വീട്ടു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ വരുന്ന ഒരു പാട്ട് പാടി, ഒരു കോട്ടുവായുടെ സംഗീതം വായിച്ചിട്ട് പണ്ടാണ്ട് പറഞ്ഞ പോലെ, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ മാറിയിരുന്നു. എങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത്? കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ മാറിയുന്നു. എല്ലാം കർത്താവെ പറ്റി നമ്മൾ അറിയുക. ഒറ്റ മിനിറ്റോട് പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ടു, ഇതിനൊക്കെ വ്യത്യാസം വരുത്തി യഹോവയുടെ സന്തോഷമാണ് നമ്മുടെ ബലം. അതാണ് നമ്മുടെ ഔഷധം. അതാണ് നമ്മുടെ വിശുദ്ധന്മാർ പഠിപ്പിച്ചത്. അതാണ് നമ്മുടെ സഭയ്ക്ക് അന്യപ്പെട്ടു പോയത്. അതാണ് നമ്മുടെ സഭയ്ക്ക് അന്യപ്പെട്ടു പോയത്. ആത്മനിർമ്മില്ല, അഭിഷേകമില്ല. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇല്ലാത്ത ചിന്താകുലങ്ങളും
ഈ ആകുലങ്ങൾ മനുഷ്യന്റെ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം. ഇങ്ങനെയുള്ള കൂടുതലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട വരും ക്ലാസ്സുകൾ കേട്ടില്ലേ? കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തെത്തി ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെടണം, ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ചിന്ത എത്ര പേരുടെ മനസ്സിലുണ്ടായി? എത്ര പേരെ തീരുമാനമെടുത്തു? എടുത്തെങ്കിൽ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. എടുക്കാതിരിക്കുന്നവർ ഈ നാടുകളിൽ പ്രിയപ്പെട്ടവരെ ഒന്നും നമുക്ക് നേടാനും നോക്കണം. ഇതെല്ലാം കൈവിടപ്പെട്ടു പോകും. ഇതെല്ലാം നമ്മുടെ കയ്യിൽ പോകുന്ന നേടിയൊന്നും പ്രിയപ്പെട്ടവർ സ്ഥിരമായത് നിലനിൽക്കുന്നതുമല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ആകുലങ്ങളും ചിന്താകുലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നീങ്ങണമെങ്കിൽ ഒന്ന്, നമ്മൾ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആരാണ് നമ്മുടെ പിതാവ്? 6-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6:32 സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നമുക്കൊരു പിതാവുണ്ടെന്നും നമ്മുടെ പിതാവ് ഇതെല്ലാം നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്നതാണെന്നുള്ള ഒരു വിശ്വാസവും ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ഇതില്ലാതെ പോകുന്നതിനല്ലേ നമുക്ക് ഈ ചിന്താകുലങ്ങളൊക്കെ? നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പ്രിയപ്പെട്ട വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വ്യാകുലപ്പെടേണ്ട കാര്യങ്ങൾ, എന്തിനാണ് നമ്മൾ ഇതിനകത്ത് കരകേണ്ട കാര്യങ്ങൾ? അതില്ലാതെ പോകുമ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം പിതാവായി ഈ മരുഭൂമി യാത്രയിൽ എന്നോടുകൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൽ കരകേണ്ട കാര്യമില്ല, അവൻ വിചാരപ്പെടേണ്ട കാര്യമില്ല, അവൻ ഭാരപ്പെടേണ്ട കാര്യമില്ല. അതില്ലാതെ വരുമ്പോൾ ആ ഒരു ആശ്രയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആ വിശ്വാസം നമുക്ക് കൈമോശം പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കലങ്ങാനുള്ളതാണ്. വ്യാകുലങ്ങൾ ചെറിയ വലിയ കാര്യങ്ങൾ വേണ്ട, കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ പോലും നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടാറുണ്ട്. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ചിന്താകുലങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ശരിയായ വിധത്തിൽ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞേ അറിയുന്നു. ഈ ഒരു അറിവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യനല്ല, ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യനല്ല, സർവശക്തനായ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിലാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ആ വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾക്ക് വന്നാട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ചിന്താകുലം വേണ്ട, മനസ്സ് കളയണ്ട, നിരാശപ്പെട്ടു പോകണ്ട. കാരണം നമുക്ക് വേണ്ടി കരുതുന്ന നല്ലവനായ ദൈവം നമ്മുടെ പിതാവായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ നേരിടാം, വിവിധങ്ങളായ ആവശ്യങ്ങൾ ആത്മീയമായിട്ട് ഭൗതികമായിട്ട് വരാം. പക്ഷെ നമ്മൾ ചിന്താകുലപ്പെടരുത്. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നന്നായി അറിയുന്നു. നിങ്ങൾ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എത്രയും വേണ്ടത്. കരഞ്ഞതുകൊണ്ട് കാര്യമില്ല, വ്യാകുലപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയത്തിന് മുന്നേ കഴിക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് കാലഘട്ടമൊന്നുമില്ല. നമ്മൾ വ്യാകുലപ്പെട്ടതുകൊണ്ട്, ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുറവില്ല. സമയത്തിന് മുന്നേ മരിക്കാം. ബ്ലഡ് പ്രഷറിന്റെ കാരണം എന്താണ്? BP, ടെൻഷൻ. BP കൂടെ ടെൻഷൻ ആവശ്യമില്ലാതെ. ഡോക്ടർ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, പക്ഷികൾ ആകാശത്തിലൂടെ പറന്നു പോയിക്കൊള്ളുന്നുണ്ട്, പക്ഷേ ഇതിന്റെ തലയിൽ കൂടുതൽ വെക്കാൻ അനുവദിക്കുന്നത്. അതുപോലെ ചിന്തകൾ എല്ലാം പറന്നു പോയിക്കൊള്ളു. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വലിച്ചു വെച്ച് BP, ബ്ലഡ് പ്രഷർ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം ഈ ചിന്താകുലങ്ങളാണ്, ടെൻഷനാണ്. എന്തായിട്ട് അങ്ങനെ BP കൂടി അവസാനം ഞങ്ങളൊക്കെ പൊട്ടി ആളുകളാകും. ഞങ്ങൾക്ക് വഴിയാണ്. പിന്നെ സംഗീത ശുശ്രൂഷ മൊത്തം പാടും. മക്കളൊക്കെ അമേരിക്കയിൽ കിടക്കില്ല, അത് വരുന്ന 25 ദിവസം സംഗീത ശുശ്രൂഷ മൊത്തം പാടി തീർത്താലും മക്കൾ വരുന്നു. പിന്നെ ഇപ്പൊ ലൈവായില്ല. അവിടെ കണ്ടോളൻസ് മെസ്സേജ്. എൻ്റെ അപ്പച്ചൻ നല്ല അപ്പച്ചനായിരുന്നു, അമേരിക്കയിൽ പിടിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിത്തീർന്നു കാര്യങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്തതെല്ലാം അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ നമ്മുടെ തലയിൽ കൂടുതലേക്ക് അനുവദിക്കുന്നത് ഇതില്ലാത്ത രോഗങ്ങൾക്ക് കാരണമായി തീരും. അവസാനം ദൈവത്തെ പറ്റി പറയരുത്, വിശുദ്ധന്മാരെ കുറ്റം പറയരുത്. ഇതെല്ലാം പറയും, പണ്ടത്തെ വിശുദ്ധന്മാർക്ക് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്താ പറയുക? ഞങ്ങൾക്ക് ഇതൊക്കെ
10-23 വർഷമായിട്ട് കഴിയും. നിങ്ങൾക്ക് വേണ്ടിയാ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർക്കണം. പിന്നെ എന്തിനാ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി എഴുതി നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഇത് നമ്മുടെ അഭിമാനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി എഴുതി നിൽക്കാൻ ഞങ്ങളുടെ വിശുദ്ധന്മാരുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾ കരയുന്നത്? സമൂഹത്തിൽ എന്തിനാണ് നിങ്ങൾ ആഗ്രഹപ്പെടുന്നത്? ഒന്നാമത് നമ്മുടെ ദൈവത്തെ കുറിച്ച് ശരിയായ ഒരു അറിവ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ വ്യാകുലപ്പെടുകയില്ല. അതുകൊണ്ട് എന്റെ ചിന്താഗതികളെല്ലാം ഞാൻ കർത്താവിന്റെ മേലിടും. അങ്ങനെ നമ്മൾ ജീവിക്കണം. ഒറ്റ കുഞ്ഞുങ്ങൾ വ്യാകുലപ്പെടരുത്. ചിന്താഗതികൾ വേണ്ട, ഭാരങ്ങൾ വേണ്ട. അതുകൊണ്ട് ദൈവം കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ഭാരം നീ എന്റെ മേലേക്ക് ഞാൻ ചുമക്കാം. പക്ഷെ നമ്മള് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ഇറക്കി വയ്ക്കും, പോകാൻ നേരത്തോട് പോകും. അങ്ങനെയല്ലേ നമ്മുടെ വ്യാകുലങ്ങൾ? നമ്മുടെ ഭാരങ്ങളൊക്കെ വരുമ്പോ എല്ലാം ഇറക്കി വെച്ചു, പോകാൻ നേരത്തെ ദൂരം എടുത്തോണ്ട് പോകും. കർത്താവിന്റെ ഭാഗമെടുത്ത് ഇറക്കി വെച്ച് ഒന്നും തിരിച്ചെടുത്തോണ്ട് പോകരുത്. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ഭാരപ്പെടാൻ പോകരുത്. അത് കർത്താവ് ഏറ്റെടുത്തു. വിശ്വാസമുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിന് 1 വർഷത്തിനകം ദൈവം മറുപടി തരും. വിശ്വാസമുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസമില്ലാതെയാണ് പ്രാർത്ഥിച്ചത്. 1 വർഷത്തിനകം, 1 വർഷം പോകണ്ട, അതിനു മുമ്പ്. അത് ദൈവത്തിന്റെ ഒരു സമയമാണ്. ദൈവം പറഞ്ഞു ഇന്നേക്ക് 1 വർഷത്തിനകം. അബ്രഹാമിനോട് പറഞ്ഞു 1 വർഷത്തിനകം. പലരോട് പറഞ്ഞു ദൈവത്തിനൊരു ടൈം ഉണ്ട്, ഒരു സമയം. അതിനകം ദൈവം പ്രവൃത്തി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സമയത്തിനകം. ഇന്ന് നീ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് കണ്ണുനീർ ഒഴുക്കി നിന്റെ ഹൃദയം തകർന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട. നീ നിന്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നിന്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ദൈവമായിട്ടുള്ള ബന്ധത്തെ ക്രമപ്പെടുത്തുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നിന്റെ അഭിഷേകത്തെ നീ ശരിയാക്കി മുൻപോട്ട് കൊണ്ടുപോകും. ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. എന്താണ് പറഞ്ഞത്? ഒന്നോട് വായിച്ചാൽ 6:32. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകത്തിൽ ഒരു ജാതികൾക്കും മതത്തിനും ഇല്ലാത്ത വലിയ പ്രത്യേകത ഈ വിശ്വാസ മാർഗത്തിൽ, ഈ സത്യവിശ്വാസ ദൈവം നമ്മൾ വെളിപ്പെടുത്തുന്നു. കർത്താവ് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവം അപ്പനാണെന്നുള്ള ബോധ്യം ദൈവം കർത്താവ് വെളിപ്പെടുത്തുന്നു. ദൈവം ആരാണ്? അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം എന്റെ പിതാവാണ്. നമ്മുടെ പിതാവ് സ്വർഗത്തിലുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വ്യാകുലപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? നമുക്കായി കരുതുന്ന, നമുക്കായി വിചാരപ്പെടുന്ന നല്ലവനായ ദൈവം നമ്മുടെ പിതാവായി സ്വർഗത്തിലുള്ളപ്പോൾ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യങ്ങളില്ല, നമ്മൾ വിചാരപ്പെടേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ നശ്വരമായ ലോകത്തിൽ ചിന്താകുലങ്ങളില്ലാതെ നമ്മൾ ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ ദൈവത്തെ കുറിച്ചൊരു അറിവ്. അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സകലത്തിലും മതിയായ ദൈവമാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവിടുന്ന് എന്റെ പിതാവാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ് എന്നുള്ള ശരിയായ ബോധ്യവും അറിവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ധൈര്യത്തെ കൊണ്ടുവരും. നമ്മുടെ ആകുലതകളെ മറക്കുവാൻ നമുക്കിടയായി തീരും. 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അതിനേക്കാൾ ഒന്ന് ദൈവത്തെ അറിയണം, 2 നമ്മൾ ആരാണെന്ന് അറിയണം. ഈ ലോകത്തിലുള്ള പക്ഷിപരാധികളെക്കാൾ സസ്യജാതികളെക്കാൾ വിശേഷതയുള്ളവരാണ് ഞാൻ അറിയണം. ഈ വിശേഷത പലർക്കും അറിയത്തില്ല. ഈ വിശേഷത അറിയത്തില്ല. ഒന്ന് നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. മാത്രമല്ല പർവ്വജാതികളെക്കാൾ, പക്ഷിപരാധികളെക്കാൾ, സസ്യജാതികളെക്കാൾ, ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയെക്കാളും ഞാൻ നിങ്ങളും ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. ആ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. ഏറ്റവും വിശേഷതയുള്ളവരാണ്. നമ്മളാരാ? ചിലപ്പോൾ നമുക്ക് ഈ ലോകത്തിലൊന്നും ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. ഈ ലോകത്തിലുള്ളതിനെയോ ഇല്ലാത്തതിനെയല്ല പറയുന്നത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവമല്ല,
പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ ഈ ലോകത്തിൽ ഒരു വിശേഷിക്കപ്പെട്ട, ഈ ലോകത്തുള്ള സകല സൃഷ്ടികളെക്കാൾ മറ്റുള്ള എല്ലാത്തിനേക്കാളും വിശേഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ധൈര്യം തരും. എന്താ പറയാ, നിങ്ങൾ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ഈ പർവ്വജാതികളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? ഈ വിശേഷത നമ്മൾ ആരാണെന്ന്, ഒരു ദൈവവൈദ്യരാണെന്ന്, നമുക്കൊരു പിതാവുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നു കളയുന്നു. അതുകൊണ്ട് ഇല്ലാത്ത ടെൻഷൻ, ഇല്ലാത്ത വ്യാകുലം, ഇല്ലാത്ത ചിന്താകുലം. അതുകൊണ്ട് ദൈവം പ്രിയപ്പെട്ടവർ നമ്മുടെ പിതാവാണെന്നുള്ള ശരിയായ അറിവും നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നുമല്ല ഈ വസ്ത്രവും ആഹാരവും ഒന്നുമല്ല, ഇതിനപ്പുറത്ത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ തീരുന്ന ജീവിതം കൊണ്ടല്ല പ്രിയപ്പെട്ട, ജീവിതമല്ല ദൈവത്തിന്റെ ലക്ഷ്യം. അനന്തമായ ഒരു നിത്യതയുണ്ട്, നിത്യമായ ജീവിതം. ഈ നശ്വരമായ ലോകത്തിലെ സുഖ സന്തോഷങ്ങളെ പ്രതി അല്ല, ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകളല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വില നിശ്ചയിക്കുന്നത്. പിന്നെയോ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പിക്കണം. കാരണം വിചാരപ്പെടാതെ എനിക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, ഞാൻ ആ ദൈവത്തിന്റെ മകനാണ്. ഈ കാര്യങ്ങളെ നമ്മളൊന്ന് ഉറച്ച് വിശ്വസിച്ച് അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ചിന്താകുലങ്ങളും പോകും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പിതാവ് സ്വർഗത്തിലുള്ളതുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അവിടുന്ന് നമുക്കായി വിചാരപ്പെടുന്നവരും കരുതുന്നവരുമായ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ നശ്വരമായ ലോകത്തിൽ ഏറ്റവും വിശേഷതയുള്ളവരാക്കി ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിനപ്പുറത്ത് ഒരു നിത്യമായ ജീവിതം നമ്മുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ചിന്താകുലങ്ങളെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത വ്യാകുലങ്ങളൊന്നും വേണ്ട. ഇന്ന് പകൽക്കാലം മടങ്ങി പോകുന്ന ദൈവമൊക്കെ പറയണം, എനിക്കൊരു പിതാവുണ്ട്, അവിടുന്ന് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്, ഞാൻ ആ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ആ ദൈവത്തിന്റെ മകളാണ്. ആ അനന്തരിച്ചവരെയും എന്റെ കർത്താവിനെ നടത്തും. അങ്ങനെ കാര്യങ്ങളെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹൃദയത്തെ ഹൃദയത്തെ നിരസിച്ചില്ലയവൻ. അരുളും ആവശ്യം അനന്ത അസംഖ്യമായി വന്ന നാളിലും അനന്ത അസംഖ്യമായി വന്ന നാളിലും ഹൃദയത്തെ നിരസിച്ചില്ലയവൻ. ആവശ്യം അറിയവും അനന്ത അസംഖ്യമായി വന്ന നാളിലും അനന്ത അസംഖ്യമായി വന്ന നാളിലും അനന്ത അസംഖ്യമായി Hallelujah.
ഇന്ന് വൈകിട്ട് നടത്തപ്പെടുന്ന നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ സമാപന രാത്രി യോഗത്തിൽ കർത്താവിനെ ഏറ്റവും അനുഗ്രഹമാക്കി നടത്തേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. ക്ലാസിന്റെ സമാപന രാത്രി യോഗത്തെ കർത്താവിനെ ഏറ്റവും അനുഗ്രഹമാക്കി നടത്തേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സകല ഭാരവും കർത്താവ് വഹിക്കണമേ. കർത്താവേ, സ്തോത്രം. വലിയ അനുഗ്രഹങ്ങളായി പകരണമേ. സഭാ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നതിന് മീറ്റിംഗ് മുഖാന്തരമാക്കി തീർക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ മീറ്റിംഗിൽ കടന്നു വരികയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരും മീറ്റിംഗുകൾ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ മുഖാന്തരമാകുന്നതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ മീറ്റിംഗുകളെല്ലാം കർത്താവിന്റെ വരവിനായി സഭയെ വരുന്നവരെല്ലാം ഒരുക്കപ്പെടുന്ന മുഖാന്തരമായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണമേ. കർത്താവേ, മീറ്റിംഗുകൾ സഭയുടെ ശുദ്ധീകരണത്തിലും കർത്താവിന്റെ വരവിനായി ഓരോരുത്തരും ഒരുക്കപ്പെടുന്നതിനും മുഖാന്തരമാക്കി തീർക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ദൈവം അനുഗ്രഹിക്കണം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. എന്റെ പകൽക്കാലം പ്രിയപ്പെട്ടവരെല്ലാം ഏതെല്ലാം ആവശ്യങ്ങളുമായി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവോ ഓരോരുത്തരുടെ അവസ്ഥകളും ആവശ്യങ്ങളും വളരെ സഹായിക്കുന്നതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ അവസ്ഥകളും ആവശ്യങ്ങളും വളരെ സഹായിക്കണമേ. കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കണമേ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരെല്ലാം ഏതെല്ലാം ആവശ്യങ്ങളുമായി കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പകൽക്കാലം മുഴക്കാലങ്ങളിൽ മുടക്കിയോ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുവോ കർത്താവേ, അവരുടെ ആവശ്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന സ്വർഗ്ഗീയ പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കുവാൻ, ഇവിടെ പ്രത്യാശ വർദ്ധിക്കുവാൻ നമ്മുടെ ദൈവം പ്രവർത്തിക്കണമേ. അവിടെ അങ്ങനെ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവങ്ങൾ പലരും രോഗികളായി ബലഹീനരായി കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ രോഗങ്ങൾക്കും കാരണം ഈ അനാവശ്യമായ ചിന്താകുലങ്ങളാണ്. അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒട്ടുമുക്കാലും രോഗങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കരുണ കാണിക്കണം. ശാരീരികമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവര്, പ്രായത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കൾ, അവരോടെല്ലാം നമുക്ക് കരുണ കാണിക്കണം. രോഗികളായി ബലഹീനരായി ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരും അതുപോലെ ഭവനങ്ങളിൽ ശ്രമിക്കുന്നവർക്കെല്ലാം കർത്താവ് പരിപൂർണമായ സൗഖ്യവും വിടുതലും ആശ്വാസവും കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരു മനസ്സോടെ അല്പസമയം ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഒരു ചെറിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പിന്നെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. നീ പ്രാർത്ഥിച്ചോ, ദൈവം ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിന്റെ വേദന എടുത്ത് മാറ്റും. നീ ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നീ സൗഖ്യത്തോടെ പോകും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർ സൗഖ്യത്തോടെ ഭവനത്തിലിരിക്കുന്ന കാണുവാൻ ഇടയായി തീരും. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ രോഗത്തിന്റെ ശക്തികൾ നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ. രോഗത്തിന്റെ ശക്തികളെ ശാസിച്ചകറ്റണമേ. മക്കളാരെല്ലാം രോഗികളായി ദരിദ്രരായി കഷ്ടപ്പെടുന്നവരെല്ലാം ദൈവം കരുണ കാണിക്കണമേ. നല്ല വൈദ്യരായി കൂടിയിരിക്കണമേ. അവിടെ ചെടിപ്പിടകളാദ്യം സൗഖ്യം കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രായാധികരായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെല്ലാം ഏതെല്ലാം രോഗങ്ങളാൽ ശാരീരികമായ കഷ്ടങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല വൈദ്യനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. നല്ല വൈദ്യനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. നല്ല വൈദ്യനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. രോഗത്തിന്റെ ശക്തികളെ അവിടുന്ന് ശാസിച്ചകറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവ് പ്രാർത്ഥന കേട്ട് രോഗികളായ വേദനരായി ഈ ആരാധനാലയത്തിലിരിക്കുന്ന ഒരു ഭവനത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കി ശക്തീകരിക്കേണ്ടതിനായി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്തൃ ശുശ്രൂഷകരിൽ പലരും രോഗികളായ വേദനയായി കഷ്ടപ്പെടുന്നവരുണ്ട്. ചെന്നിത്തലിരിക്കുന്ന മദർ മേഴ്സി ചാക്കോ, അതേപോലെ പുതുപ്പള്ളിയിരിക്കുന്ന മദർ മിനി, അതുപോലെ നമ്മുടെ ഇവിടെ സിസ്റ്റർ ഷീബ, അതുപോലെ മറ്റു പല സംഘടനകളിലും കർത്തൃ ശുശ്രൂഷകർ പലരും രോഗികളായ വേദനയായി കഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവിനോടെല്ലാം കരുണ കാണിക്കണം. കർത്താവിന്റെ പ്രവൃത്തികൾ അന്ത്യത്തോളം ശക്തിയോടെ ചെയ്യുവാൻ ആവശ്യമായ സൗഖ്യവും ബലവും കൃപയും നാം അറിഞ്ഞും അറിയാതെയും ശുശ്രൂഷകരാലെല്ലാം രോഗികളായ കഷ്ടപ്പെടുന്നവരെല്ലാം കർത്താവ് ശക്തീകരിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകരാണ് ശുശ്രൂഷകർ കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ആരും നിൽക്കും. അറിയാൻ നിങ്ങൾ ശുശ്രൂഷകളുടെ ശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി അല്പസമയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ വേദനയായ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണ കാണിക്കണമേ, സൗഖ്യമാക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവേ, സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തികൾ അന്ത്യത്തോളം ശക്തിയോടെ ചെയ്യുവാൻ കർത്താവെല്ലാം ബലവും കൃപയും കൊടുക്കേണ്ടതിനായി സൗഖ്യം കൊടുക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം 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 സ്തോത്രം. എല്ലാ ദൈവങ്ങളെയും അന്ത്യത്തോളം വിശ്വസ്തരാക്കി വിശ്വാസബാധയും ദൈവകൃപയും നിലനിർത്തും. ആരും വിശ്വാസത്തിൽ ധന്യപ്പെട്ടു പോകുവാൻ, ദൈവകൃപ വിട്ട് പിന്മാറുവാൻ, ദൈവസ്നേഹത്തെ വിട്ട് വ്യതിചരിക്കുവാൻ ഇടയായിത്തീരുന്നത് എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും അന്ത്യത്തോളം വിശ്വാസബാധയും വിശ്വസ്തരാക്കി ദൈവകൃപയെ നിലനിർത്തേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, എല്ലാ ദൈവമക്കളെയും അന്ത്യത്തോളം വിശ്വസ്തരാക്കി വിശ്വാസബാധയെ ദൈവകൃപയെ നിലനിർത്തണമേ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരെയും എല്ലാ ദൈവമക്കളെയും എപ്പോഴും ലോകത്തിലുള്ള ദൈവജനത്തെ ശുശ്രൂഷകരെ അന്ത്യത്തോളം വിശ്വസ്തരാക്കി വിശ്വാസബാധയും ദൈവകൃപയെ നിലനിർത്തേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവമക്കളുടെ ഉപജീവന മാർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കണം.
ഉപജീവനത്തിന് വഴിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവങ്ങളുണ്ട്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. ദൈവങ്ങൾക്ക് വഴികളും വാതിലും തുറന്നു കൊടുക്കണം. ഉപജീവനത്തിന് വഴിയില്ലാതെ പല സഹോദരങ്ങളെ എനിക്കറിയാം. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുവാൻ വേണ്ട വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരന്മാരുണ്ട്. കുടുംബത്തെ പോറ്റിക്കൊടുത്താൻ പാടുപെടുന്നവരുണ്ട്. ഒരു വരുമാനമുള്ളവർ ജീവിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട്. ആകയാൽ ദൈവമക്കളുടെ ഉപജീവന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് നന്മയും ഉയർച്ചയും കൊടുക്കണം. ഉപജീവനത്തിന് വഴിയില്ലാതെ ഭാരപ്പെടുന്നവര്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർക്കെല്ലാം കർത്താവ് വഴികളും വാതിലും തുറന്നു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ആ വിഷയത്തിന് വേണ്ടി നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വഴിയില്ലാതെ ഭാരപ്പെടുന്നവർക്കെല്ലാം ഈ പ്രാർത്ഥന നിമിത്തം വഴികളെ തുറക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവരെ തുറക്കാത്ത വഴികൾ ഈ പ്രാർത്ഥനയിലൂടെ തുറന്ന് വിശ്വാസത്തോടെ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്ത ഒരു ബൈബിൾ ക്ലാസ് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ മറുപടി പരിഹാരം വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിത്തം കഴിഞ്ഞ് നിൽക്കുകയാണോ? ദൈവം അവർക്ക് വഴി തുറന്നു. നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണോ? ദൈവം നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഒരല്പസമയം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കളുടെ ജീവനമാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ ജീവനമാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ ജീവനമാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഉപജീവനത്തിന് വഴിയില്ലാതെ ഭാരപ്പെടുന്നവര്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർക്കെല്ലാം അവിടുത്തെ വഴികളും വാതിലുകളും തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ അകറ്റണമേ കർത്താവേ. തടസ്സങ്ങളെ അകറ്റണമേ കർത്താവേ. തടസ്സങ്ങളെ അകറ്റണമേ കർത്താവേ. അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഉപജീവനത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ വഴികളും വാതിലുകളും തുറന്നു കൊടുക്കേണ്ടതിനായി നമ്മുടെ വലതുകരങ്ങളെ ഉയർത്തിയ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ജോലിക്ക് വേണ്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചും പരിശ്രമിച്ചും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്രയും വേഗത്തിൽ വഴികളെ തടസ്സങ്ങളെല്ലാം നീക്കി ദൈവം തുറക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതേപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും കടഭാരങ്ങളിലും കഴിയുന്ന മക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തവരുണ്ട്. ചില സാഹചര്യങ്ങൾ ഓർത്ത് അങ്ങനെയൊക്കെ ദൈവങ്ങൾ നിർബന്ധിതരായി തീരും. എന്നാൽ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് സമയത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ആകയാൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടങ്ങളിലും കടഭാരങ്ങളിലൂടെ കടന്നുപോകുന്ന ദൈവമക്കൾക്ക് ദൈവവഴിയുടെ വാതിൽ തുറന്നു കൊടുക്കണം. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം സഹായിക്കണം. കടഭാരങ്ങളിലും സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാ ദൈവമക്കളെയും കർത്താവ് വിടുവിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഷ്ടങ്ങളിൽ കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരുണ കാണിക്കണമേ. കർത്താവേ, അവിടുന്ന് മനസ്സറിയണമേ. കടഭാരങ്ങളിൽ നിന്നും സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് സഹായിക്കണമേ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിപ്പാനൊക്കെ വേണം കർത്താവ് വഴികളും സാഹചര്യങ്ങളും അനുകൂലമാക്കി തീർക്കണമേ. കടഭാരങ്ങളിൽ നിന്നെല്ലാം കർത്താവ് ജനത്തെ വിടുവിക്കേണ്ടതിനായി ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും വിടുവിക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യൗവനക്കാരെയും ദൈവം സൂക്ഷിക്കണം. നല്ല കുഞ്ഞുങ്ങളെ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ പഠിച്ചു വളർന്ന് ദൈവത്തിന്റെ മനുഷ്യർക്കുള്ളാകുന്ന കുഞ്ഞുങ്ങളായി തീരണം. തലമുറകളൊന്നും ദൈവസന്നിധിയിൽ തകരുവാൻ വിശ്വാസത്തെ വിട്ട് അകന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. ആകയാൽ സഭയിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അവർ പഠിച്ചു വളർന്ന് ദൈവത്തിന്റെ മനുഷ്യർക്കുള്ളാകുന്ന കുഞ്ഞുങ്ങളായി ആത്മീയരായി
അവരുടെ ആത്മീയം നഷ്ടപ്പെട്ടു പോകാതെ, നിത്യത നഷ്ടപ്പെട്ടു പോകാതെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ യുവനക്കാരെ സഹായിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ വിഷയത്തിൽ ഇന്ന് നമ്മൾ കരുതി പ്രാർത്ഥിച്ചാൽ നാളെ നമ്മൾ തലമുറകളോർത്ത് കരയേണ്ടി വരത്തില്ല. ഇന്ന് കരുതിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ കരയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും കണ്ണീരോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അവരെല്ലാം ആത്മീയരായി തീരണം. ദൈവത്തിന്റെ മനുഷ്യർക്കുള്ള കുഞ്ഞുങ്ങളായി തീരണം. അതിനായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. Hallelujah, 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 hallelujah. Hallelujah, ദൈവമേ സ്തുതിക്കുന്നാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം നമുക്ക് പെരുമാറുവാൻ പഠിച്ചു വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ രക്ഷക കൊള്ളാവുന്നവരായി, ദൈവത്തിന്റെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ തലമുറകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കൾ പലരും അവരുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷകളിലൂടെ പരിശോധനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവിടെയെല്ലാം കർത്താവിന്റെ നിർവർത്തനം, കർത്താവിനോട് കൂടെയിരിക്കണം. പരീക്ഷകളിലും പരിശോധനകളിലും പരാജയപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, വിശ്വാസത്തിന്റെ നായകനും കോച്ചു വരുത്തുന്നതുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസവാദം മുന്നേറുവാൻ സഹായിക്കണം. എല്ലാ പരീക്ഷകളിൽ നിന്നും പരിശോധനകളിൽ നിന്നും തന്റെ ജനത്തെ വിടുവിക്കണമെന്നതിനായി ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. വിവിധങ്ങളായ പരീക്ഷകളിലൂടെ പരിശോധനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്ക് സഹായിക്കണമേ. എല്ലാ പരീക്ഷകളിൽ നിന്നും പരിശോധനകളിൽ നിന്നും കർത്താവേ വിടുവിക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്യണമേ. യേശുനാഥാ സ്തോത്രം. വിവിധങ്ങളായ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവരുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ നിന്റെ മക്കൾ കടന്നു പോകുന്ന പരീക്ഷകളിലും പരിശോധനകളിലും അവർ പരാജയപ്പെട്ടു പോകാതെ അതിനെല്ലാം തരണം ചെയ്ത് വിശ്വാസമാർഗത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ പരീക്ഷകളിൽ നിന്നും പരിശോധനകളിൽ നിന്നും കർത്താവിന്റെ ജനത്തെ വിടുവിപ്പാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കുഞ്ഞുങ്ങളുടെ തുടർ പഠനത്തിന് വഴികളില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഇവിടെ ഒരുപാട് 100ഓളം വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി എഴുതിത്തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെയാണ് ഞാൻ തന്നെ ഓർപ്പിക്കുന്നത്. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ തുടർന്ന് പഠിപ്പിക്കുവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ദൈവം സഹായിക്കണം. കർത്താവ് വഴികളും വാതിൽ തുറന്നു കൊടുക്കണം. കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, ആത്മീയരാണെങ്കിൽ പഠിപ്പിക്കാത്തടത്തോളം പഠിപ്പിച്ച് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാലമാണ്. അതുകൊണ്ട് നല്ല ആത്മീയരാണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ കല്യാണം കഴിച്ചിരിക്കാൻ അത് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ആത്മീയരാണെങ്കിൽ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ പഠിപ്പിച്ചത് കൊണ്ടൊന്നുമില്ല. തങ്ങളുടെ കഴുത്ത് കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഉള്ള കാര്യം. പലരും ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വിഷമിക്കുന്നത് പാടുപെട്ട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത തലമുറകളെ ഓർത്താണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ കുടുംബം തീർന്നു. പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടെന്നോ പറയുന്നത്. അതുകൊണ്ട് ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അഭ്യസിപ്പിക്കണം, ചിട്ടയായി അഭ്യസിപ്പിക്കണം. അതാ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ഞാൻ പലപ്പോഴും പറയും, ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയാൻ മേലത്ത് കല്യാണം കഴിക്കാൻ പോകുന്നത് പശുവിനെ എടുത്ത് കൊടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. മക്കൾ നല്ല രീതിയിൽ വളർത്താൻ അറിയാൻ മേലാത്തവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർത്താൻ നല്ല ചിട്ടയായിട്ട് ചെറുപ്പത്തിലെ നല്ല
ബാലശിക്ഷ കൊടുത്ത് വളർത്തി നല്ല പഠിപ്പിച്ച് നല്ല കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ആ കുഞ്ഞുങ്ങളിൽ നല്ല ആശ്വാസമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ഇല്ലെങ്കിൽ ഈ എത്രയോ കുടുംബങ്ങൾ 10 വർഷം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊന്നും ആത്മീയത്തിലില്ല. മാതാപിതാക്കൾ നല്ല ആത്മീയരാണ്, പക്ഷെ അവർ ആത്മീയരാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് പരാജയപ്പെട്ടു പോവുക, തലമുറകളെ വളർത്തിയെടുക്കുന്നത് പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവർ കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ അവർ ആത്മീയത്തിൽ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണം. ഒരു പ്രാർത്ഥിക്കുന്നുണ്ടോ, ബൈബിൾ വായിക്കുന്നുണ്ടോ, ഒരു അഭിഷേകം പ്രാപിച്ചോ, ആ സമയത്ത് സ്നാനപ്പെട്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. നിങ്ങളുടെ വീട് ഒരു വിശ്വാസ വീട് പോലെ ആയിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അനുഭവമുള്ള മാതാപിതാക്കൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് വളർന്നു വന്നു മക്കളെ ഇങ്ങനെയാണ്, അത് പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഷ്ടപ്പാട് അറിയാതെ ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ പരാജയം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശപ്പെന്താണെന്ന് അറിയട്ടെ, അവർ യേശുവിനെ പ്രാർത്ഥിക്കട്ടെ. ഒരു ദിവസം ആഴ്ചയിലേക്ക് ഒരു നേരത്തെ ആഹാരം പിടിഞ്ഞ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഇടയായിത്തീരും. മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നു. അവര് നമ്മുടെ കൂടെ പുതുതായിട്ടൊരു കുടുംബം, മറ്റൊരു സമയം നമ്മുടെ കൂടെ വന്നൊരു കുടുംബം. ഒരു മോനെ ഉണ്ട് വീട്ടില്, ആണുമില്ല പെണ്ണുമില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് അമ്മ മാത്രമല്ല. ഞാൻ ചോദിച്ചു മോനെന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോയിരിക്കുക. രണ്ടാമത് ചോദിച്ചു നിങ്ങളെല്ലാം കഴിച്ചോ? അവർ പറഞ്ഞു ഞാനും എൻ്റെ മോനും ഇത് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സാണ്. ഇത് അത്ഭുതമുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ജോലിക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ ജോലിക്ക് പോകണ്ടേ? എന്നാൽ അമ്മ പറഞ്ഞു അങ്ങനെ ശീലിച്ച് പഠിക്കട്ടെ. ആ തള്ളയുടെ സമയം എത്ര നല്ലതാണ്. ഇന്നത്തെ പോലെ ഭാഷ തള്ളമാണ്. ശനിയാഴ്ച വരെ ചാപ്പാട് വെച്ച് വെച്ചിട്ട് കുഞ്ഞുങ്ങൾ അവിടെ കളഞ്ഞിരിക്കും. ഇന്നാലും വെള്ളം നടത്തി നിന്നിട്ട് മൊബൈൽ ഫോൺ തോന്നിക്കൊണ്ടിരിക്കും. നിന്റെയൊക്കെ കുഴപ്പമാണ്. അത് പിള്ളേരെ അയച്ചുകൊണ്ട് എവിടെ ഇങ്ങനെയാണ് അത് കൊടുക്കാൻ പറ്റും. എന്താ നടക്കുന്നത്? ഉള്ള കാര്യം പറയുമ്പോൾ ഉള്ളത് പറയുമ്പോൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇത് അവസാനം ദുഃഖിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 60 വയസ്സായവർക്ക് സമാജത്തിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുക. 60 വയസ്സായി ഒരു സമാജത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയും. എന്തൊക്കെയാണ് പറയുന്നത് നമ്മളെ ഇതിനെ വ്യാഖ്യാനം കൊണ്ടുവരണം, മനസ്സിലാക്കണം. സമാജത്തിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇത് നിങ്ങൾക്കും അറിയത്തില്ല, കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല, കുറ്റപ്പെടുത്തില്ല. ഇതൊക്കെ ആരുടെ പരാജയമാണ്? ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ കണ്ട് പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ ഞങ്ങളെ പഠിക്കാൻ? ധൈര്യമുള്ള മാതാപിതാക്കളുണ്ടോ? ഞങ്ങളെ കണ്ട് പഠിക്കാൻ മക്കളോട് പറയാൻ പറ്റിയ പ്രാഗൽഭ്യമുള്ള മാതാപിതാക്കളുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ചിലപ്പോൾ എല്ലാവരും അങ്ങനെയായിരിക്കും. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കല് സമയത്ത് ഞാൻ പറയാം, ഒരു കല്യാണം നടക്കുക നമ്മുടെ സമയം എവിടാന്ന് ഞാൻ പറയുന്നില്ല. CBI അന്വേഷണത്തിലെല്ലാം വിട്ടുകഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു. അവര് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് റിസപ്ഷൻ വന്നു. റിസപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ ആൾക്കാരെല്ലാം സ്റ്റേജിൽ വന്നപ്പോൾ ശുശ്രൂഷകർ പറഞ്ഞു, അന്ന് അവർ സെൻട്രൽ പാസ്സാണ് ഒരാൾക്കാരെ മരിച്ചു പോകും. ജോസഫ് മാസ് അത്രയും ഞാൻ പറയാം. ജോസഫ് മാസ് പറഞ്ഞു നിങ്ങൾക്ക് കാരണം നല്ലൊരു കുടുംബമാണ്, അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ഈ പുതുതായിട്ട് കല്യാണം കഴിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആശംസകളോ സമ്മാനമോ കൊടുക്കണേ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം വന്നു 2 പേർക്ക് ഒരു ബൈബിൾ കൊടുത്തു. അവർ വാങ്ങിച്ചു, അവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടൊരു കാഴ്ച ഉണ്ടായി. കാഴ്ച, ഈ പയ്യന്റെ ചെറുക്കൻ പയ്യന്റെ അപ്പൻ സ്റ്റേജിൽ കയറുക. അപ്പോൾ സാധാരണ അപ്പനെന്തോ ആശംസയില്ല കല്യാണം കഴിച്ചത്. അപ്പം കയറുന്നത് മൈക്ക് വാങ്ങിച്ചത് ഈ സ്വന്തം മകനെ തോളത്ത് കളിക്കുന്നത്. അത്രയും പേര് ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിക്കുക. അപ്പോൾ അതിന് പ്രാർത്ഥിച്ചില്ല. സമ്മാനം കൊടുത്ത സമയം ചടങ്ങാൻ. പക്ഷെ അവർ അവിടെ ആ ശുശ്രൂഷ അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം ഒരുപാട് പബ്ലിക് റിലേറ്റഡ് ആണ് സാധനം. ഈ അപ്പൻ പതിനാല് നിമിഷം പുള്ളി ആ മൈക്ക് വാങ്ങിച്ചിട്ട് സ്വന്തം മകനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്റെ അമ്മയെ സ്നേഹിച്ചതുപോലെ ഇവിടെ സ്നേഹിച്ചു. പൊതു ഒരു കല്യാണം കഴിഞ്ഞ്
സ്വന്തം മകന് ഒരു പിതാവ് കൊടുത്ത ആശംസയാണ് അത്രയും സമൂഹത്തിൽ. പറഞ്ഞടാ, ഞാൻ നിന്റെ അമ്മയെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിച്ചത്. അങ്ങനെ പറയാൻ പറ്റും തങ്ങളുടെ പുരുഷന്മാരുണ്ടോ? അങ്ങനെ പറയിപ്പിക്കുന്ന സൗകര്യമാരുണ്ടോ? ഇതാണ് തലമുറയുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കേണ്ട മാതൃക. ഇതിന്റെ ബാക്കി കിടക്കുന്ന പൈസയും ബാക്കി ഡിപ്പോസിറ്റും ATM കാർഡും കാർബോർഡ് വെക്കുന്ന വണ്ടി ഇതിന്റെ 4 നില കെട്ടിടങ്ങളല്ല പിള്ളേര് കൊണ്ടുവരുന്നത്. ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുകളിൽ എടുക്കുന്ന മാതാപിതാക്കൾ ഇല്ലാതെ പോകുന്ന തലമുറയുടെ നാശം ഇത് പറയാതെ ഞാൻ പോയി കഴിഞ്ഞ് ഓർക്കാൻ പറ്റില്ല. നമ്മൾ തലമുറക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുഞ്ഞിനെങ്കിലില്ല, കുഞ്ഞിയെങ്കിലില്ല. എന്റെ വീട്ടിൽ എന്തൊരു മാതൃകയുണ്ടോ? അപ്പനും അമ്മയും തമ്മിൽ എങ്ങനെ ജീവിക്കുന്നു? നിന്റെ കുഞ്ഞ് എന്തോണ്ടാ വളരുന്നത്? എന്തോണ്ടായി കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്? ഇതാണ് പരാതി. അല്ല, നമ്മൾ വളരെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമുക്ക് ജീവിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം, അവർക്കത് പഠിക്കട്ടെ. തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞില്ലേ, നിന്റെ അമ്മ ലോബീസിലും അല്ല നിന്റെ വലിയപ്പച്ചി ലോബീസിലും നിന്റെ അമ്മ യൂനിക്കയിലും ആ വിശ്വാസം നിന്നിലും ഉണ്ട്. 3ാമത്തെ തലമുറയിലെത്തി. ഒരു കുറവും കണ്ടില്ല. വലിയപ്പച്ചി ലോബീസ്, അമ്മ യൂനിക്ക. ഇപ്പോ തിമോഥെയോസിലെത്തി. തലമുറ മാറി വരും. ഇത് തലമുറകൾക്ക് വിശ്വാസ ജീവിതത്തിന്റെ മാഹാത്മ്യത്തെ കൈമാറാൻ മാതാപിതാക്കൾ കഴിയണം. വിശ്വാസ ജീവിതം ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നാളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ സ്ഥാനത്തിരിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തിരിക്കും. ഇന്ന് ഇവിടെ നോക്ക്, ഒരു 30 വയസ്സുള്ള ആളുകൾ എത്ര ഉണ്ട് ഇവിടെ? ഇതിന്റെ ശ്രേഷ്ഠതയെത്തി അതിന്റെ സന്താനം എവിടെ കൊണ്ടുപോയി? എവിടെ കൊണ്ട് കളഞ്ഞു? എന്താ നിങ്ങളുടെ വെമ്പുകാർക്ക് എല്ലാ സ്കൂളിലും കോളേജിലും അവധിയല്ലേ? വീട്ടിൽ ഇരുന്ന് പോന്നിരിക്കുക, അവിടെ ഇരിക്കേണ്ടതൊക്കെ. ഇതൊക്കെ എങ്ങനെ വേണം വീട്ടിൽ തലമുട്ടിയെന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലായോ? ഇതിനൊക്കെ നടക്കേണ്ടുന്ന രീതി, നടക്കുന്ന വഴി നടത്തുകയല്ല, നടക്കേണ്ടുന്ന വഴി നടത്തണം. നീയൊക്കെ ആത്മാവിലെ കയറി പോയാൽ പോലെ എന്റെ തലമുറയുടെ കൂടെ നോക്കണം. കുഞ്ഞുങ്ങളെ രീതി അഭ്യസിപ്പിക്കണം. കഴിക്കാത്ത കുഞ്ഞുങ്ങളെ തല്ലി തീറ്റിക്കുമല്ലോ, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ തല്ലി വെള്ളക്കുറിച്ചുകൊണ്ടുവല്ലോ. പഠിക്കാന്ന് പറഞ്ഞാൽ മോനെ പോ, ഹാജർ സൺഡേ സ്കൂൾ നടത്തില്ല. ഒരു സൺഡേ സ്കൂൾ അധ്യാപകനെ ശിക്ഷിച്ചാൽ ഒരു വഴക്ക് പറഞ്ഞാൽ തീർന്നു കുടുംബത്തെ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ നിങ്ങൾ മാതാപിതാക്കളായിരുന്നു പറയുന്നത്. നിന്റെയൊക്കെ സമീപനത്തിന് മാറ്റം വന്നില്ലെങ്കിൽ ഒരു തലമുറയെ നാളെ ഈ ആരാധനകളിൽ കാണത്തില്ല കേട്ടോ. തലമുറകളെ കൂടെ കൂട്ടണം. നിങ്ങളെ ആക്കിയരായ പോലെ ഇതിനും മാറ്റം വയ്യ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമയത്ത് ഒരു മനസ്സാന്തരം ഉണ്ടായോ? ഒരു സ്നാനപ്പെട്ടോ? നിങ്ങളുടെ സഹസ്വധ്യാപനം ചോദിക്കണം, എന്റെ കുഞ്ഞെങ്ങനെയുള്ള സഹസ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ചോദിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്നാലേ ദൈവം മറുപടി തരും. നമ്മൾ ഉദ്ധരിച്ച് വിട്ടിട്ട് കാരണം വിഷമം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഓരോന്ന് തലതിരിഞ്ഞ് പോകുന്നത് കാരണം ഞങ്ങളൊക്കെ രാവും പകലും ഒക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വേദന ഒന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് വേദനയുണ്ട്. നിങ്ങൾക്ക് വേദന ഒന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് വേദനയുണ്ട്. കാരണം ഞങ്ങൾ അപ്പനെ പോലെ അമ്മയെ പോലെ ഉള്ളുരുകി നിങ്ങളെ എന്റെ അനുഭവം പറയുന്നത്. എന്റെ ജനത്തിന് വേണ്ടി എങ്ങനെയാണ് എഴുതുന്നത് എനിക്കറിയാം. ഇത് പറയാനുള്ള പ്രായം എനിക്ക് ഉള്ളതുകൊണ്ടാണ് എന്ന് മാത്രം. അതുകൊണ്ട് ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. തലമുറകളെ നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല കുഞ്ഞുങ്ങളാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഏതാ മോശം? പക്ഷെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെയോ കിട്ടേണ്ട പരിചരണം കിട്ടാതെ, കിട്ടേണ്ട ഗൈഡൻസ് കിട്ടാതെ ചെറു പ്രായത്തിൽ ചിട്ട. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ
ഈ കഴിഞ്ഞ സിവിൽ സർവീസിലെ സംരക്ഷണം നിങ്ങൾ കേട്ട് കാണും. അടൂര് ബെൻജോപ്പി ജോസ് ഒരു പയ്യൻ സിവിൽ സർവീസിലെ ഓൾ ഇന്ത്യ ലെവലിൽ 59ാമത്തെ റാങ്ക് വാങ്ങിച്ചു. ഭയങ്കരമാണ്. ഞാൻ അടൂരിരുന്നപ്പോൾ ആ പയ്യൻ 10ാം ക്ലാസ് പഠിക്കുക. ഭയങ്കരമാണ്. അവൻ്റെ അപ്പൻ ഏകദേശം SNL പോസ്റ്റ് ജോലി ഒരു കാർഷിക ഡിപ്പാർട്ട്മെന്റ്. അവൻ്റെ അമ്മ ബാങ്കിലാണ്. 2 ആളുകൾ. ഈ പിള്ളേര് അന്ന് ജോസ് അവൻ്റെ അപ്പൻ ജോസ് അവർ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഞാൻ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് മാസ്റ്റർ ആയിട്ട് വിളിച്ചു. ഈ കുഞ്ഞുങ്ങൾ സാർ മുന്നിലിരിക്കുക, ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഇരിക്കുക. അപ്പോൾ എന്തോ ഒന്ന് സംസാരിച്ചു പറഞ്ഞു. പുറകിൽ നിന്ന് ഈ അപ്പൻ എഴുതുന്നത് കൊടുത്തു വന്നു. ഒക്കെ എഴുതാൻ കൊണ്ടുപോയി അപ്പനെ കൊണ്ടുപോയി ഇത് ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കൾ. ആ തലമുറയാണ് ഈ പറഞ്ഞത് സിവിൽ സർവീസിൽ 59ാമത്തെ റാങ്ക് വാങ്ങിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ കണ്ണടച്ചാണെങ്കിൽ പാട്ട് പാടുന്നുണ്ടോ, കൈയടിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളെല്ലാവരും ആരാ നോക്കുന്നത്? ഉപവാസ പ്രാർത്ഥന കണ്ടില്ല, ചക്കക്കുരു മാറിയില്ല. അത് പ്രാർത്ഥന പഠിക്കാൻ പറ്റില്ല. ഞാൻ നിർത്തിയേക്കാം. അതാണ് നല്ലത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവം തൊഴിലയോട് പറയാം, നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ കുടുംബം പോയി, തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഉണ്ടാവായി, തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ സഭയും തീർക്കും, തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ സമൂഹവും തീർക്കും. ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ദൈവത്തിന് അകലുവാനിടയായി തീരുന്നത്. അതിനായി കരങ്ങൾ ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്യാം. അല്പസമയം ശക്തിയോട് സ്തോത്രം ചെയ്താൽ സ്തോത്രം 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 സ്തോത്രം. ഇവിടെ 1-2 കുറിപ്പുകൾ ഞാൻ ശ്രദ്ധിച്ചു. മാതാവാണോ പിതാവാണോ എഴുതിയിരിക്കുന്നത് അവിടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമാക്കില്ല. അവിടെ തലമുറകൾ പിന്മാറ്റത്തിൽ അവരുടെ മടങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലോകത്താലോ അല്ലെങ്കിൽ പിശാചിന്റെ അകപ്പെട്ട ദൈവത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് മടക്കി കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോകുന്നത് ആ കുഞ്ഞുങ്ങളെ തീരുമാനിച്ചനുഭവത്തിരിക്കുന്ന അവർ മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ദൈവം ഇല്ലാത്ത വിശ്വാസമാർഗത്തെ ദൈവങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്തൃവിലേക്ക് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം. തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. എന്റെ ദൈവമേ സ്തോത്രം 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 സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം തിരികെ കൊണ്ടുവരണം. അവരെല്ലാം ആത്മീയരാക്കി മാറ്റണമേ. അവരെല്ലാം പരിശുദ്ധമാകാൻ നിറയ്ക്കണമെങ്കിൽ കർത്താവേ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാനം സഹായിക്കണമേ കർത്താവേ. അവരെല്ലാം നീ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ദൈവത്തിലേക്ക് വിശ്വാസമാർഗത്തിലേക്ക് മടങ്ങി വരുവാൻ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവജനത്തിന് വിരോധമായി, അവരുടെ കുടുംബത്തിന് വിരോധമായി, അവരുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിന് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങളെ, തന്ത്രങ്ങളെ, ഉപായങ്ങളെ, ആലോചനകളെ എല്ലാം ദൈവം തകർക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ എന്റെ ദിനത്തിന് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങൾ, തന്ത്രങ്ങൾ, ഉപായങ്ങൾ, ആലോചനകൾ എല്ലാം ദൈവം തകർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാച് ജയമെടുപ്പാൻ അനുവദിക്കരുത് കർത്താവേ. ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, നിന്റെ ആത്മീയവും ഭൗതികമായ നന്മയ്ക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങൾ, തന്ത്രങ്ങൾ, ഉപായങ്ങൾ, ആലോചനകൾ എല്ലാം തകർന്നടിയട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കാം. ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങൾ, തന്ത്രങ്ങൾ, ഉപായങ്ങൾ, ആലോചനകൾ എല്ലാം ദൈവം തകർക്കണമേ. ശത്രു ജയമെടുപ്പാൻ അനുവദിക്കരുത്. ശത്രു ജയമെടുപ്പാൻ അനുവദിക്കരുത്. ശത്രു ജയമെടുപ്പാൻ അനുവദിക്കരുത്. അവിടെ അങ്ങനെ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ
പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ പാർക്കുന്ന വീട് സമാധാന നിവാസങ്ങളായി തീരും. സമാധാന നിവാസങ്ങൾ എപ്പോഴും ദൈവിക സമാധാനം, ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. യോബിനെ പ്രാർത്ഥിച്ചു, എന്റെ ആ പണ്ടത്തെ ശുഭനാളുകളെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സക്രിയ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ എണ്ണി പറയുക. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. എപ്പോഴും പ്രാർത്ഥനാനുഭവം ഉണ്ടാകണം. നമ്മുടെ തലമുറകളൊക്കെ അതിനൊക്കെ പഠിക്കണം, അവരെ സ്നേഹിക്കണം. നമ്മൾ മാതൃകയായിരിക്കണം. ഓരോരുത്തരും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. വീട്ടിലുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരിക്കണം. ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ ഒരു മാതൃക, റോൾ മോഡലായി മാറണം. കർത്താവ് സഹായിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സകലത്തിലുപരിയായി ആരും കർത്താവിന്റെ കൈവിടപ്പെട്ടു പോകുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ഈ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രിയപ്പെട്ടവർ മറ്റ് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. മനസ്സിലായല്ലോ? യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങി മരിച്ചത് റമർഷിപ്പിന് വില കൂട്ടാൻ വേണ്ടിയല്ല. മനസ്സിലായോ? അതൊക്കെ ചിലപ്പോൾ കൂടിയേക്കാം. യേശുക്രിസ്തു ക്രൂശിൽ പെട്ടെന്ന് മരിച്ചത് റമർഷിപ്പിന് വില കൂടാനും പശുവിന് കറവയുണ്ടാകാനും ഒന്നുമല്ല. അതൊക്കെ ചിലപ്പോൾ കൂടെ കിട്ടിയേക്കാം. നമ്മൾ നന്നായിട്ട് ജീവിച്ച കർത്താവ് ഭരിച്ചത് ജലസേറിയ കാന്തിന് വേണ്ടിയാണ്. തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ലക്ഷ്യമാക്കുമ്പോൾ കർത്താവിന്റെ വരവിനുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാ കൃപ സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ഇന്ന് കടന്നു വന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. മടക്കയാത്രയിൽ കൂടെ ഇരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ആപത്തുകളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ മറ്റു കഷ്ടങ്ങളോ ഒന്നും വരാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗിന് കൃത്യസമയത്ത് വന്നു ചെയ്യുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിലും പ്രാർത്ഥിപ്പാൻ വിട്ടുപോയ വിഷയങ്ങളുടെ മേലും സർവശക്തനായ ദൈവത്തെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കായും എല്ലാ ദൈവമക്കൾക്കായും വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഉണർവിക്കാറ്റിന സഭയിൽ ഉണർന്നിടുവാൻ, ഉണർവിക്കാറ്റിന സഭയിൽ ഉണർന്നിടുവാൻ കഴിഞ്ഞു പ്രാർത്ഥിക്കാം. ഇവിടെ പല വിഷയങ്ങൾ വിശ്വാസത്തോടെ ദൈവമക്കൾ എഴുതി തന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം തുടർന്നും വിശ്വാസമേഖലയിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എങ്കിലും ഒരു വാക്ക് പരസ്പരം കരങ്ങളെ ഓർത്തുപിടിച്ച സഹോദരന്മാർ പരസ്പരം കരങ്ങളെ ഓർത്തുപിടിച്ച് വിശ്വാസത്തോടെ ഇവിടെ എഴുതി തന്ന വിഷയങ്ങളുണ്ട്. പലരും ഹൃദയത്തിൽ കരുതിക്കൊണ്ടുവന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം കർത്താവിലേക്ക് പ്രവർത്തിക്കേണ്ടതിനായി ഒരു നിമിഷം കരങ്ങളെ ഓർത്തുപിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ മക്കൾ എഴുതി തന്നിരിക്കുന്നതും പറഞ്ഞറിയിച്ചിരിക്കുന്നതുമായ വിഷയങ്ങളെ കർത്താവേ നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടുവന്നിരിക്കുന്ന
സകലത്തിൽ ഓർത്തുകൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ഏകമായി ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അസാധ്യമായിട്ടൊന്നുമില്ല. എഴുതപ്പെട്ട വിഷയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കും. വലിയ നാമത്തെ ഓർത്തുപിടിച്ചു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം.